ആഗോള വ്യാപാര യുദ്ധത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് തന്റെ പകരച്ചുങ്ക നീക്കത്തിലൂടെ ഭയപ്പെടുത്തി ലോകരാജ്യങ്ങളെ തനിക്ക് മുന്നിൽ മുട്ടുകുത്തിക്കാമെന്ന് സ്വപ്നം കണ്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥത്തിൽ ചൈനയുടെ വാശിക്ക് മുന്നിൽ പരാജയപ്പെട്ട കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ചർച്ചയ്ക്കും സമവായത്തിനും തനിക്ക് മുന്നിൽ ഓടിയെത്തിയ രാജ്യങ്ങളെ ട്രംപ് കണ്ടു. എന്നാൽ ചൈനയെ പ്രകോപിപ്പിച്ചാൽ കിട്ടുന്ന തിരിച്ചടിയെക്കുറിച്ച് ഓർത്തു കാണില്ല. അമേരിക്കയുടെ നികുതി നയത്തെ ചൈന കടുത്ത ഭാഷയിലായിരുന്നു വിമർശിച്ചിരുന്നതും. ട്രംപിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ ചൈനയെ കിട്ടില്ല എന്നാണ് ചൈനീസ് ഭരണകൂടം വ്യക്തമാക്കിയത്. വ്യാപാര യുദ്ധത്തെ തുടർന്ന് ഓഹരി വിപണികളിൽ നിന്ന് ട്രില്യൺ കണക്കിന് ഡോളറും അമേരിക്കയ്ക്ക് നഷ്ടമായി. ട്രംപ് ചുമത്തിയ 34% നികുതിക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമതി ചെയ്യാൻ 34% അധിക നികുതിയായിരുന്നു ചുമത്തിയത്. ഇങ്ങനെയായിരുന്നു അമേരിക്കയെ ചൈന തിരിച്ചടിച്ചത്. മാത്രമല്ല, അമേരിക്കയുടെ നികുതി നിലപാടിനെതിരെ ചൈന ലോകവ്യാപാര സംഘടനയിൽ കേസും ഫയൽ ചെയ്തു. ചൈനയുമായി ബിസിനസ് നടത്തുന്ന നിരവധി അമേരിക്കൻ കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ചൈനയുടെ നീക്കം അമേരിക്കൻ യൂറോപ്യൻ ഓഹരി വിപണികളെ തകിടം മറിക്കാൻ കെൽപ്പുള്ളവയാണ് യഥാർത്ഥത്തിൽ. ചൈനീസ് വാണിജ്യ മന്ത്രാലയം അമേരിക്കൻ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആഭ്യന്തര അപൂർവ ഭൂമി ധാതുക്കളുടെ കയറ്റുമതിയിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയുണ്ടായി. നിലവിൽ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന അപൂർവ ഭൂമിയുടെ 70% ചൈനയിൽ നിന്നാണ് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈന ഏപ്രിൽ 10 മുതൽ 34% അധിക നികുതി ചുമത്തുമെന്നും ചൈനയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയുടെ നികുതി ചുമത്തൽ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾക്ക് അനുസരിച്ചല്ലെന്ന് ചൈനീസ് ധനകാര്യ മന്ത്രാലയം അവരുടെ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. 34% നികുതി കൂടി വന്നതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ 54% നികുതിയാണ് ചുമത്തുന്നതെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ചൈനീസ് തീരുവ 24 മണിക്കൂറിനുള്ളിൽ പിൻവലിച്ചില്ലെങ്കിൽ 50% അധിക നികുതി കൂടി ചുമത്തുമെന്ന് ഏപ്രിൽ 7 ട്രംപ് പറഞ്ഞിരുന്നു. താരിഫ് തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അമേരിക്കയിലെ വ്യാപാര കമ്മി നേരെയാക്കുന്നതുവരെ നടപടികൾ തുടരുമെന്നുമാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. എന്നാൽ വഴങ്ങാൻ ചൈന ഒരിക്കലും തയ്യാറല്ല. ചൈനയ്ക്ക് മേലുള്ള തീരുവ വർദ്ധിപ്പിക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി തെറ്റിനു മുകളിൽ ഒരു തെറ്റാണെന്ന് ചൈനീസ് വാണിജ്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. ചൈന ഒരിക്കലും അത് അംഗീകരിക്കാനും പോകുന്നില്ല. അമേരിക്ക അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ചൈന അവസാനം വരെ പോരാടുമെന്നും അധികൃതർ അറിയിക്കുകയും ചെയ്തു. ചൈന സ്വീകരിച്ച പ്രതിരോധ നടപടികൾ അതിൻ്റെ പരമാധികാരം, സുരക്ഷ, വികസന താൽപ്പര്യങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും സാധാരണ അന്താരാഷ്ട്ര വ്യാപാരക്രമം നിലനിർത്തുന്നതിനുമാണ് കൂടുതലും ലക്ഷ്യമിടുന്നത്. അമേരിക്കയുടെ വ്യാപാര കമ്മി കുറയ്ക്കാനാണെന്ന പേരിലാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾക്ക് 10 മുതൽ 49% വരെ ട്രംപ് ഇറക്കുമതി ചുങ്കം കൂടുതലും ചുമത്തിയത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ ട്രംപ് പകരച്ചുങ്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. താരിഫ് ചുമത്തുന്നതിൽ നിന്ന് പിന്മാറില്ലെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കയ്ക്കെതിരെ പകരച്ചുങ്കം ചുമത്താത്ത രാജ്യങ്ങളായി മാത്രം ഇനി ചർച്ചയ്ക്ക് നിൽക്കുകയുള്ളൂ എന്നുമാണ് ട്രംപ് പറയുന്നത്. വ്യാപാര യുദ്ധത്തിൽ നഷ്ടപ്പെടാനായി ഇനി ഒന്നുമില്ല എന്ന ഘട്ടത്തിലേക്ക് ചൈന അതിവേഗം അടുക്കുകയാണെന്ന് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നിലവിൽ ചൈനയുടെ കയറ്റുമതി മേഖലയുടെ ലാഭവിഹിതം ഏകദേശം 30 മുതൽ 40% വരെയാണെന്നും യുറേഷ്യ ഗ്രൂപ്പിന്റെ ചൈന ഡയറക്ടർ ഡാൻ വാങ് പറയുകയുണ്ടായി. അമേരിക്കയുടെ താരിഫ് 70%മോ 1000%മോ ആയാലും അത് വലിയ വ്യത്യാസമൊന്നും വരുത്തില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന തീർച്ചയായും തിരിച്ചടിക്കും, പിന്നോട്ട് പോകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കയറ്റുമതി ചെലവുകളിൽ സ്ഥിരമായ വർധനവ് ചൈനീസ് കയറ്റുമതിക്കാർ ഇപ്പോൾ നേരിടുന്നുമുണ്ട്. അത് കയറ്റുമതി നിർത്തലാക്കുമെന്നർത്ഥമാക്കുന്നില്ലെന്നും വാങ് വിശദീകരിക്കുകയും ചെയ്തു. അതിനു പകരം അമേരിക്കയിലേക്ക് നേരിട്ട് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾ കുറയ്ക്കുന്നതിനൊപ്പം പുതിയ വിപണികൾ കണ്ടെത്താൻ കയറ്റുമതിക്കാരെ നിർബന്ധിതരാക്കുന്നുവെന്ന് അവർ പറയുകയുണ്ടായി. ചൈനീസ് കയറ്റുമതിക്കാരെക്കാൾ ഉയർന്ന ചെലവ് അമേരിക്കൻ ഉപഭോക്താക്കൾ വഹിക്കേണ്ടി വരുമെന്നും വാങ് വെളിപ്പെടുത്തി. ട്രംപിന്റെ ഏറ്റവും പുതിയ താരിഫ് വർധന ഭീഷണി യാഥാർത്ഥ്യമായാൽ ചൈനയുടെ മേലുള്ള തീരുവ ഫലത്തിൽ 115% ഉയർത്തുമെന്നും എക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിലെ ചൈനയുടെ പ്രിൻസിപ്പൽ എക്കണോമിസ്റ്റ് സൂയു ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച 34% താരിഫിനും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചൈനീസ് ഇറക്കുമതിക്ക് ചുമത്തിയ 10% താരിഫ് വർധനവിനും പുറമെയാണ് 50% ഭീഷണിയും കൂടി വരുന്നത്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഏർപ്പെടുത്തിയ സെക്ഷൻ 301 താരിഫുകളുമായി ഇതെല്ലാം കൂട്ടിച്ചേരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾക്കിടയിൽ ഉടലെടുക്കുന്ന വ്യാപാര യുദ്ധം ആഗോള വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ. ലോക സാമ്പത്തിക ശക്തികളായ 2 രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കം മാറ്റമില്ലാതെ തുടരുന്നത് പല പ്രതിസന്ധികൾക്കും കാരണമായേക്കാം. അമേരിക്കൻ സഖ്യകക്ഷികളെയും എതിരാളികളെയും ഒരുപോലെ ബാധിക്കുന്ന അമേരിക്കയുടെ താരിഫുകൾ സാധാരണത്വമായി മാറിയാൽ ചൈനയുടെ ബന്ധം ശക്തിപ്പെടുത്താൻ നോക്കുകയല്ലാതെ രാജ്യങ്ങൾക്ക് മുന്നിൽ മറ്റു മാർഗവും നിലനിൽക്കുന്നില്ല.